എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ദുർഗ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ പൃഥ്വി പോയതിന്റെ പുറകെ നമ്മളെ കിരണും ദുർഗയും കൂടെ പൃഥ്വിയെ തപ്പി പോവുകയാണ്. അങ്ങനെ ഇവർ പുറത്തു വന്ന് നിൽക്കുന്നത്. ആ സമയത്താണ് സഹദേവൻ ഇവരെ കാണുന്നത്. അപ്പൊ സഹദേവന് മനസ്സിലാവും ഇവരെന്തോ കള്ളക്കളിയുണ്ട്. അങ്ങനെ സഹദേവൻ പുറത്ത് വരും. ഭാഗത്ത് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് ചോദിക്കും. അപ്പൊ അവര് പറയും, ഞങ്ങൾ വെറുതെ നിങ്ങൾ എന്തോ കള്ളത്തരം കാണിക്കാനല്ലേ ഇവിടെ നിൽക്കുന്നത്. അല്ല, ഇവിടെ എന്തോ ശബ്ദം കേട്ടത് നോക്കാൻ വേണ്ടി വന്നതാന്ന് പറയും. എന്ത് ശബ്ദം? നിങ്ങൾ ചുമ്മാ വെറുതെ ഇല്ലാത്ത പറയണ്ട, അകത്ത് കയറി പോകാനൊക്കെ പറയും. ഇതേ സമയത്ത് പൃഥ്വി ആണെങ്കിൽ ഈ വിഗ്രഹം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വരുമ്പത്തേനാണ് സഹദേവനെ ഇവരെയും കാണുന്നത്. അപ്പൊ അകത്ത് കയറാൻ പറ്റാതാവും. അപ്പൊ പറയും, ഈ ചെറിയച്ഛന് വേറൊരു പണിയില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും, വിഗ്രഹം എവിടെ വെക്കും, ഇനിയിപ്പോ ഇത് കണ്ടാ പ്രശ്നമാവുമല്ലോ. അപ്പൊ നമ്മുടെ മേനോനാണ് മുകളിൽ നിന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ മേനോനും ടെൻഷൻ ആവുന്നുണ്ട്, ഇനിയിപ്പോ എന്ത് ചെയ്യും, താഴെ ഇവരും ഉണ്ടല്ലോ, എങ്ങനെ ഈ വിഗ്രഹം കൈക്കലാക്കും എന്നുള്ള ചിന്തയിലാണ് മേനോനും ഇരിക്കുന്നത്. അങ്ങനെ പൃഥ്വി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മാവിന്റെ ചുവട്ടിൽ അത് കൊണ്ടുപോയി എന്നിട്ട് നൈസായിട്ട് പതുക്കെ വരുന്ന സമയത്ത് കിരണിനെയും ദുർഗയാണെങ്കിൽ സഹദേവൻ അകത്തേക്ക് വിടുമേ കയറി പോകാൻ പറയും. അങ്ങനെ അവർ അകത്ത് കയറും. അന്നേരം കിരണും ദുർഗയും ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇതിലേ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ദുർഗ പറയും, നമുക്ക് ബാക്കിലൂടെ ഇറങ്ങാന്ന്. അങ്ങനെ ദുർഗയും കിരണും കൂടെ ബാക്കിലൂടെ ഇറങ്ങി അവിടെ എല്ലാം തപ്പുക. അപ്പത്തേനും പൃഥ്വി എന്ത് വെച്ചാൽ നൈസായിട്ട് അകത്തേക്ക്, അപ്പൊ പൃഥ്വിക്കാണ് ഇവരും ഇറങ്ങുന്നത്. അങ്ങനെ മോളിൽ നിന്ന് നമ്മുടെ മേനോനും ഇറങ്ങി വരും. അങ്ങനെ മേനോൻ പോയി വിഗ്രഹം എടുക്കുകയാണ്. ഈ വിഗ്രഹം എടുക്കുമ്പോഴത്തേനും മേനോന് എന്താ പറയാ, എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആവേശവും ഒക്കെ ആവുകയും, കാരണം ഇത് കൈക്കലാക്കാൻ വേണ്ടി അയാള് എടുത്ത റിസ്ക് ഉണ്ടല്ലോ, അപ്പൊ അത് കിട്ടി എന്നുള്ളൊരു ബോധത്തിൽ അയാൾ എടുത്തിങ്ങനെ വരികയാണ്. ഇതേ സമയത്ത് കിരണും ദുർഗയാണ് അവിടെ തപ്പുന്ന. പൃഥ്വി നൈസായിട്ട് ഇപ്പുറത്തൂടെ വരുന്നു. അങ്ങനെ ഈ മേനോൻ ശരിക്കും പറഞ്ഞ സഹദേവനെ കാണുന്നില്ല. അങ്ങനെ ചാടി വരുന്നത് ഈ നമ്മുടെ സഹദേവന്റെ മുന്നിലോട്ടാ. സഹദേവൻ അപ്പൊ വിചാരിക്കുക, ഇതെന്ത് ദേവിയോ? ശരിക്കും സഹദേവൻ ഈ മേനോന്റെ മുഖം കാണുന്നേ ഇല്ല, ചന്ദ്രസേനന്റെ മുഖം കാണത്തേ ഇല്ല. അങ്ങനെ താഴെ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നിട്ട് ഇത് മേടിക്കും. അയ്യോ, ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട, ഇത് എന്തൊക്കെയാ കാണുന്നത്, ഇതിങ്ങ് തരാൻ പറയാം. അപ്പൊ ചന്ദ്രസേനോട് പറയും, വിടുന്നും പറഞ്ഞിട്ട് ഇതാക്കത്തില്ല. അങ്ങനെ സഹദേവൻ എന്ത് ചെയ്യും, അത് പിടിച്ചു മേടിക്കും. അങ്ങനെ ആ വിഗ്രഹം പിടിച്ചു മേടിച്ച് അകത്തേക്ക് ഓടുകയെ, പുറകെ മേനോൻ പോകുന്നുണ്ട്. അപ്പൊ പൃഥ്വി കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നു. പക്ഷെ ആർക്കും അത് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സഹദേവൻ ഒരു വിധത്തിൽ ഓടി തന്റെ റൂമിൽ പോയി റൂം അടയ്ക്കും. പിന്നെ മേനോന് എന്ത് ചെയ്യാൻ പറ്റും, മേനോന് ഒരു നിവൃത്തിയില്ലാതാകും. കാരണം ഇനി മേനോനും ടെൻഷൻ, പൃഥ്വിക്ക് അതിനേക്കാളും ടെൻഷൻ. കാരണം ഇനി മേനോനോട് എന്തും പറയുന്ന ഓർത്തിട്ട് പൃഥ്വി ഇരിക്കുന്നത്. കാരണം ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് ദുർഗയും കിരണം വരുന്നത്. അപ്പൊ പറയും, ദുർഗയും കിരണം പറയും, എന്തായാലും റൂമിലെത്തി, ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യും, രാവിലെ ആകുന്നവരെ കാത്തിരുന്നേ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും രാവിലെ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ രാവിലെ ആണെങ്കിൽ സഹദേവന്റെ ഭാര്യ എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുമ്പോൾ സഹദേവൻ നല്ല ഫിറ്റ് ആയിട്ട് കിടന്നുറങ്ങുകയാണല്ലോ, എഴുന്നേൽക്കുന്നില്ല. അപ്പോഴാണ് ഈ വിഗ്രഹം കാണുന്നത്. ഇതെങ്ങനെ വിഗ്രഹം ഇവിടെ വന്നേന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് ആകെ ടെൻഷനാവും. അങ്ങനെ സഹദേവനെ വിളിക്കും. അപ്പൊ സഹദേവൻ പറയും, കുറച്ച് സോഡയും കൂടെ ഒഴിക്കുക. എന്താ, നിങ്ങൾക്ക് ഇപ്പോഴും ബോധമില്ലേ? അങ്ങനെ സഹദേവന്റെ ഭാര്യ എന്ത് ചെയ്യും, താഴെ ചെന്നിട്ട് ചന്ദ്രമതിയും നമ്മുടെ മഹാദേവനെയും എല്ലാവരെയും അറിയിക്കും. പൂർണിമയും നളിനിയും എല്ലാവരെയും അറിയിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം ഫസ്റ്റ് വരുന്നു. അവരെല്ലാം ഫസ്റ്റ് വന്നപ്പോ ഇതിങ്ങനെ വിഗ്രഹം കാണുന്നത്, ഇത് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നു. അപ്പൊ സഹദേവന്റെ ഭാര്യ പറയാൻ, അറിയില്ല, ഇതിപ്പോ സഹദേവട്ടന് മാത്രമല്ലേ അറിയുള്ളൂ, എഴുന്നേക്കണ്ടേന്ന് പറയും. അപ്പത്തേനും കിരണും ദുർഗ എത്തുന്നു, മേനോൻ എത്തുന്നു, പൃഥ്വി എത്തുന്നു, എല്ലാവരും എത്തുകയാണ്. അങ്ങനെ എല്ലാവരും നിൽക്കുന്ന സമയത്ത് പൃഥ്വിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, തല ഇതാക്കുന്നു. അപ്പൊ നമ്മുടെ ദുർഗയും കിരണോ ആണെങ്കിൽ പൃഥ്വിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം ചോദിക്കുന്നത്, ഇത് എങ്ങനെ ഇവിടെ വന്നെന്ന്. അതിപ്പോ സഹദേവേട്ടനല്ലേ അറിയാം. ഞങ്ങളെ മഹാദേവൻ എന്ത് ചെയ്യും, സഹദേവനെ വിളിച്ചുണർത്തിട്ട് ചോദിക്കും, സഹദേവ ഇത് എവിടുന്ന് വന്നേ, ഇതോ ഇത് ഇത് അമ്പലമാണോ എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയാ, മദ്യത്തിന്റെ ആ ലഹരിയിലെ അമ്പലാന്ന് വിചാരിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാണ്. പിന്നീടാണ് ബോധം വരുന്നത്. അപ്പൊ പറയും, ഇതേ ദേവി എനിക്ക് നേരിട്ട് തന്നെയാണെന്ന് പറയും. നീ എന്തൊക്കെയാടാ ഈ വിളിച്ചു പറയുന്നത് എന്ന് പറയും. അപ്പൊ മേനോനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയും, ഇതേ ഡ്രസ്സിലായിരുന്നു വന്നേന്നുള്ള രീതിയിൽ പറയേ. അപ്പം നമ്മുടെ എന്താ പറയാ, ദുർഗയും കിരണും ശ്രദ്ധിക്കുന്നുണ്ട്, അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ പൃഥ്വിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നത്. പൃഥ്വി ഇടയ്ക്കിടയ്ക്ക് കിരൺ പൃഥ്വിയെ നോക്കാം. അപ്പൊ പൃഥ്വിക്ക് എന്താടാ, നേരെ നോക്കടാന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഇടയില്. ഈ സമയത്ത് എന്നിട്ട് പിന്നെ അവരെല്ലാരും പറയും. അപ്പൊ നളിനി പറയും, ഇതൊക്കെ ദൈവത്തിന്റെ ഒരു ഇതായിരിക്കും, നമുക്ക് എങ്ങനെ കിട്ടിയില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ സഹദേവൻ പറയും, അങ്ങനെ നിങ്ങൾ എന്നെ ഇതാക്കണ്ടേ, ഇന്നലെ രാത്രിയിൽ കിരണും ദുർഗയും പുറത്തുണ്ടായിരുന്നല്ലോ, അവരോട് ചോദിക്കുന്നു പറയും. അപ്പൊ അവർക്ക് ആകെ വെപ്രാളാവും. അപ്പൊ അവര് പറയാം, ശരിയാ, ഞങ്ങൾ ഇന്നലെ കണ്ടിരുന്നു രാത്രിയിൽ. അപ്പൊ എനിക്ക് ബോധം ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കും. ഇതൊക്കെ ദേവി എനിക്ക് നേരിട്ട് തന്നെയാണ് എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പറയും. അപ്പൊ നളിനി ഉടനെ പറയും, ഇത് ഇവിടെ വെക്കണ്ട, അങ്ങനെ പുറത്ത് ഹാളിൽ കൊണ്ടുപോയി അവിടെ വെക്കുക. അവിടെ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കും. ആ സമയത്ത് എല്ലാവരും പറയും, ഇത് നല്ല പരിചയമുള്ള വിഗ്രഹമാണല്ലോ എന്ന് പറയും. അങ്ങനെ എല്ലാവരും അത് പറയും. അപ്പൊ പെട്ടെന്ന് പൂർണിമ പറയും, ഇത് നമ്മുടെ കുടുംബക്ഷേത്രത്തിന്റെ വിഗ്രഹമാണെന്നാ തോന്നുന്നേന്ന് പറയേ. അങ്ങനെ എല്ലാവർക്കും ടെൻഷനാവും. അപ്പൊ പൂർണിമ പറയും, ഞാൻ എന്തായാലും ക്ഷേത്രത്തിലേക്ക് ഒന്ന് വിളിക്കാന്ന്. ഇതേ സമയത്ത് മേനോനും പൃഥ്വിക്ക് ആകെ ടെൻഷനാവും. പൃഥ്വിക്ക് എന്ന് പറഞ്ഞാൽ ഇനി മേനോന്റെ അടുത്ത് എന്ത് പറയും, ഇത് തിരികെ ക്ഷേത്രത്തിലെത്തിയാൽ ഒരിക്കലും അവർക്ക് ഇത് കിട്ടത്തില്ലെന്നറിയാം.
പിന്നെ ആണെങ്കിൽ കിരണും ദുർഗയാണെങ്കിൽ മേനോനെ പിടിക്കാൻ വേണ്ടി നോക്കി അവർക്ക് ഒന്നും നടക്കാത്ത അവസ്ഥയായി. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നറിയാതെ എല്ലാവരും ഇങ്ങനെ ടെൻഷനിലായിട്ട് ആകെ ഇതായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇനി അടുത്ത ഇത് നീക്കം എന്താന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റും. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.